നമസ്കാരം. നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേരെ മുകളിലേക്ക് ഒരു വെർച്വൽ റോക്കറ്റിൽ കയറി ഒരു കിടിലൻ യാത്ര പോവുകയാണ്. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മായക്കാഴ്ചയുടെ രഹസ്യം കണ്ടെത്താനാണ് ഈ യാത്ര. ശരി, അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. റെഡിയല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ജനിച്ച അന്നു തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ വലിയ നീലാകാശം, അത് ശരിക്കും അവിടെയുണ്ടോ? ഇതൊരു നിസ്സാര ചോദ്യമായി തോന്നാം, പക്ഷേ ഇതിനുള്ള ഉത്തരം നിങ്ങൾ ഈ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. കാരണം നമ്മൾ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന പലതും സത്യത്തിൽ അങ്ങനെയല്ല. ഭാഗം 1. ഒരു വലിയ മായാക്കാഴ്ച. നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ ഈ കഥ തുടങ്ങുകയാണ്. ഇതൊരു രസകരമായ കഥ പോലെ തന്നെ കേട്ടോളൂ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്നറിയാമോ? നമ്മുടെ സ്വന്തം സൂര്യൻ, ഭൂമിയുടെ അന്തരീക്ഷം, പിന്നെ ആ അന്തരീക്ഷത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വായു തന്മാത്രകൾ. ഇവർ 3 പേരുമാണ് ഈ വലിയ മായാക്കാഴ്ചയ്ക്ക് പിന്നിലെ സൂത്രധാരന്മാർ. ദൂരത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം സ്വർണ്ണനിറത്തിലോ വെളുത്ത നിറത്തിലോ ആണ് നമുക്ക് തോന്നുക. എന്നാൽ സത്യത്തിൽ ഈ വെളുത്ത വെളിച്ചത്തിന്റെ ഉള്ളിൽ ഒരു വലിയ റെയിൻബോ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. 7 നിറങ്ങൾ ചേർന്ന ഈ പ്രകാശം ഭൂമിയുടെ തൊട്ടടുത്തെത്തുമ്പോൾ അദൃശ്യരായ ചില കാവൽക്കാരെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. അവിടെയാണ് അന്തരീക്ഷത്തിലെ നൈട്രജൻ, ഓക്സിജൻ തന്മാത്രകൾ ഗാർഡുകളെപ്പോലെ കാവൽ നിൽക്കുന്നത്. വെളിച്ചത്തിലെ ഈ 7 നിറങ്ങൾക്കും തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണുള്ളത്. ചുവപ്പ്, ഓറഞ്ച് നിറങ്ങൾ എന്ന് പറയുന്നത് വലിയ തരംഗദൈർഘ്യമുള്ള, വളരെ ശാന്തമായി സഞ്ചരിക്കുന്ന വലിയ ചേട്ടന്മാരാണ്. അവർ ഒരു പ്രശ്നത്തിനും നിൽക്കില്ല, നേരെ അങ്ങ് പോകും. എന്നാൽ നീലയും വയലറ്റും അങ്ങനെയല്ല കേട്ടോ. അവർ ചെറിയ തരംഗദൈർഘ്യമുള്ള, എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്ന കുട്ടിത്തുമ്പികളെ പോലെയാണ്. അവർ ഈ കാവൽക്കാരുടെ മുന്നിൽ വലിയൊരു സീനുണ്ടാക്കാൻ പോവുകയാണ്. ഇനി ഭാഗം 2. പ്രകാശത്തിന്റെ ഒളിച്ചുകളി. ഈ കുട്ടിത്തുമ്പികളും കാവൽക്കാരും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സൂര്യപ്രകാശം ബഹിരാകാശത്തുകൂടെ വളരെ സമാധാനമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നയുടൻ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ശാന്തരായ ചുവപ്പും ഓറഞ്ച് നിറങ്ങൾ വായു തന്മാത്രകളെ വകവയ്ക്കാതെ നേരെ താഴേക്ക് പതിച്ചു. എന്നാൽ ചെറിയ തരംഗങ്ങളുള്ള നീലവെളിച്ചം ഈ വായു തന്മാത്രകളിൽ തട്ടി എല്ലാ ദിശകളിലേക്കും ചിതറിത്തെറിക്കാൻ തുടങ്ങി. ഒരു പന്ത് ഭിത്തിയിലിട്ടെറിഞ്ഞാൽ പല ഭാഗത്തേക്ക് തെറിച്ചുപോകില്ലേ, അതുപോലെ. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ റേലി സ്കാറ്ററിംഗ് എന്നു വിളിക്കുന്നത്. അങ്ങനെ ഈ നീലവെളിച്ചം ചിതറി ആകാശമാകെ നിറയുന്നു. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം വരാം. നീലയേക്കാൾ ചെറിയ തരംഗദൈർഘ്യമുള്ളത് വയലറ്റ് അഥവാ ഊത നിറത്തിനാണല്ലോ. അങ്ങനെയെങ്കിൽ കൂടുതൽ ചിതറിത്തെറിക്കേണ്ടത് വയലറ്റ് നിറമല്ലേ? യുക്തിപരമായി ചിന്തിച്ചാൽ ആകാശം കടും വയലറ്റ് നിറത്തിലല്ലേ നമ്മൾ കാണേണ്ടത്? ഇവിടെയാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ്. ഇത് പൂർണ്ണമായും നമ്മുടെ ജീവശാസ്ത്രവും ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തില് വയലറ്റിനേക്കാൾ കൂടുതൽ നീലനിറമാണുള്ളത്. രണ്ടാമതായി, നമ്മുടെ മനുഷ്യന്റെ കണ്ണുകളുടെ ഒരു പ്രത്യേകതയാണത്. വയലറ്റ് നിറത്തേക്കാൾ നീലനിറത്തെ തിരിച്ചറിയാനുള്ള കഴിവ്, അതായത് ആ ഒരു ബയോളജിക്കൽ സെൻസിറ്റിവിറ്റി നമ്മുടെ കണ്ണുകൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ചിതറിത്തെറിച്ച പ്രകാശത്തെ നമ്മൾ മനോഹരമായൊരു നീലാകാശമായി കാണുന്നത്. ഭാഗം 3. എവിടെയാണ് ഭൂമി അവസാനിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് നീലാകാശത്തിന്റെ രഹസ്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ നമ്മുടെ ആ വെർച്വൽ റോക്കറ്റിൽ നീലാകാശവും കടന്ന് ഒന്നുകൂടി മുകളിലേക്ക് കുതിക്കുകയാണ്. 1950കളിൽ ശാസ്ത്രജ്ഞർക്കിടയിൽ നടന്ന വളരെ ചൂടേറിയൊരു ചർച്ചയുണ്ട്. ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി എവിടം വരെയാണെന്ന് അവർക്ക് തീരുമാനിക്കേണ്ടിയിരുന്നു. നമുക്കറിയാം, ഒരു വിമാനം പറക്കണമെങ്കിൽ കാറ്റ്, അതായത് അന്തരീക്ഷ വായു വേണം. വായു ചിറകുകളിൽ തട്ടുമ്പോഴാണ് വിമാനത്തിന് മുകളിലേക്ക് ഉയരാനുള്ള ലിഫ്റ്റ് കിട്ടുന്നത്. എന്നാൽ റോക്കറ്റുകൾക്കും ഉപഗ്രഹങ്ങൾക്കും ഈ നിയമം ബാധകമല്ലല്ലോ. അങ്ങനെയെങ്കിൽ വായു ഇല്ലാതാകുന്ന, വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയാത്ത ആ കൃത്യമതിർത്തി എവിടെയാണ്? അങ്ങനെയാണ് തിയോഡോർ വോൺ കാർമൻ എന്ന ഫിസിസിസ്റ്റ് ഈ വലിയ കണ്ടെത്തൽ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ നമ്മളെ എത്തിക്കുന്നത് ഈ ഒരു മാന്ത്രിക സംഖ്യയിലേക്കാണ്: 100. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കൃത്യം 100 കിലോമീറ്റർ മുകളിലുള്ള ഒരു പോയിന്റ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കാർമൻ ലൈൻ എന്ന് പറയുന്നത് ആകാശത്തുള്ളൊരു കോൺക്രീറ്റ് മതിലൊന്നും അല്ല കേട്ടോ. അതൊരു ഗണിതശാസ്ത്രപരമായ സത്യമാണ്. 100 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും വായു തീരെ ഇല്ലാതാവുന്നു. അവിടെ ഒരു വാഹനത്തിന് താഴെ വീഴാതെ നിൽക്കണമെങ്കിൽ അത് ഓർബിറ്റൽ വെലോസിറ്റിയിൽ സഞ്ചരിക്കേണ്ടി വരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വിമാനങ്ങളുടെ പറക്കൽ അവസാനിക്കുകയും ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ നിയമങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന ആ അദൃശ്യമായ അതിർത്തിയാണ് കാർമൻ ലൈൻ. എന്നാൽ മനുഷ്യർക്കെപ്പോഴും ചെറിയ തർക്കങ്ങൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇന്നും ബഹിരാകാശ ഏജൻസികൾക്കിടയിൽ ഇതൊരു വലിയ തർക്കവിഷയമാണ്.
ഫെഡറേഷൻ എയറോനോട്ടിക് ഇന്റർനാഷണൽ പോലെയുള്ള സംഘടനകൾ 100 കിലോമീറ്ററാണ് കാർമൻ ലൈൻ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ നാസയും മിലിറ്ററിയും പറയുന്നത് വെറും 80 കിലോമീറ്റർ മുകളിലെത്തിയാൽ തന്നെ അതൊരു ബഹിരാകാശമായി എന്നാണ്. ഇതിലെ ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ 81 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്നൊരു അമേരിക്കൻ പൈലറ്റ് യുഎസ് നിയമപ്രകാരം ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്, എന്നാൽ അന്താരാഷ്ട്ര നിയമപ്രകാരം അല്ല. എങ്ങനെയുണ്ട്? ഭാഗം 4. മായാക്കാഴ്ച തീരുന്ന കാർമൻ ലൈൻ. നമുക്ക് നമ്മുടെ ഈ രണ്ട് കാര്യങ്ങളെയും ഇപ്പോൾ ഒന്നിപ്പിച്ചു നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ആകാശത്തിന്റെ നീലനിറവും ഈ കാർമൻ ലൈനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ അദൃശ്യമായ അതിർത്തി നമ്മൾ കടക്കുമ്പോൾ ആ നീലാകാശത്തിന് ശരിക്കും എന്ത് സംഭവിക്കും? കാർമൻ ലൈനിന് താഴെ വായുണ്ട്. അതുകൊണ്ട് ആ പ്രകാശത്തിലെ കുട്ടിത്തുമ്പികളായ നീലതരംഗങ്ങളെ ചിതറിക്കാൻ വായുവിന് കഴിയുന്നു. അങ്ങനെ ആകാശം നീലയാകുന്നു. എന്നാൽ ആ അതിർത്തി കടന്ന് മുകളിലെത്തുമ്പോഴോ വായു ഇല്ലാതാകുന്നു. വെളിച്ചത്തെ ചിതറിക്കാൻ അവിടെ ആരുമില്ലാതെ വരുന്നതോടെ ആ നീലനിറമുള്ള കണ്ണാടി അങ്ങ് തകരുകയാണ്. അവിടെ ആകാശം കട്ട ഇരുണ്ട കറുപ്പ് നിറമായി മാറുന്നു. ഇതൊരു വലിയ തിരിച്ചറിവ് തന്നെയാണല്ലേ? നമ്മൾ എല്ലാ ദിവസവും കാണുന്ന, ഭൂമിയുടെ മേൽക്കൂരയാണെന്ന് കരുതുന്ന ഈ തിളങ്ങുന്ന നീലാകാശം ശരിക്കും ഒരു വസ്തുവുമല്ല, ഒരു സ്ഥലവുമല്ല. അത് വെളിച്ചവും വായുവും പിന്നെ നമ്മുടെ കണ്ണുകളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു മാന്ത്രിക വിദ്യ മാത്രമാണ്. പ്രകൃതി നമ്മെ അണിയിച്ചൊരുക്കിയ ഒരു സുരക്ഷിതമായ നീലപ്പുതപ്പ്. അപ്പോൾ പറഞ്ഞു വന്നതിതാണ്, കാർമൻ ലൈൻ എന്നത് വെറുമൊരു സാങ്കൽപ്പിക രേഖ മാത്രമല്ല. അത് പ്രകൃതിയുടെ ഈ മാന്ത്രിക വിദ്യ അവസാനിക്കുകയും അനന്തമായ പ്രപഞ്ചത്തിന്റെ ഇരുണ്ട യാഥാർത്ഥ്യം ആരംഭിക്കുകയും ചെയ്യുന്ന ഇടമാണ്. അടുത്ത തവണ നിങ്ങൾ പുറത്തിറങ്ങി ആ നീല ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇതൊന്നും ഓർക്കുക. നിങ്ങളുടെ വെറും 100 കിലോമീറ്റർ മുകളിൽ ഈ നീല നിറമുള്ള മേലാപ്പ് പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യമെന്ന വിശ്വസിക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇതുപോലെ വെറും മായാക്കാഴ്ചകൾ മാത്രമായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയൊരറിവ് നൽകിയെന്ന് കരുതുന്നു. മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.